ഹെവികളുള്ളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെയ്യാനുള്ളത് ലൈലാൻഡിൻ്റെ 12 വീല് വണ്ടിയാണ്. കെട്ട് ക്യാബിനാണ്, അതായത് മരത്തിൻ്റെ വുഡൺ ക്യാബിൻ വരുന്ന മോഡലാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള നമ്മുടെ ഒരു കസ്റ്റമറാണ്, രാജ് കമൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഇപ്പോൾ നിലവിൽ മൂന്നാമത്തെ വണ്ടിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിന്ന് അന്നത്തെ ചെയ്യുന്നത് ഇതിക്ക് മുന്നേ അവരുടെ ചെയ്തത് മെക്കാനിക്കൽ എ സി ആണ്, എൻജിന്മേൽ ഫിറ്റ് ചെയ്യുന്ന മോഡലാണ്. ഇപ്പോൾ ചെയ്യുന്നത് ഹൈബ്രിഡ് ഇലക്ട്രിക്കാണ് നമ്മൾ ചെയ്യുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ എ സി ഇടാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നത് 120 ആംപിയറിൻ്റെ 2 ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ തുടങ്ങി 8 മണിക്കൂർ വരെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ എ സി ഇടാൻ പറ്റും. അപ്പോൾ നമ്മുടെ സർവീസ് ടൈം റൂഫിലെ ടോപ്പ് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. മരത്തിൻ്റെ ക്യാബിൻ ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് അത്ര പോരാ കട്ട് ചെയ്താൽ. ടോപ്പ് ഫൈബർ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പിൽ നമ്മൾ ഓൾറെഡി സ്ക്വയർ ട്യൂബൊക്കെ ഇട്ട് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തൊന്ന് റീഇൻഫോഴ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ യൂണിറ്റ് അതിനകത്തേക്ക് പിടിപ്പിക്കുക. അപ്പോൾ അതിൽ ഒരു ക്രോസ് പറിച്ച് പോയിട്ടുണ്ടാകും. ആ ക്രോസ് പറിച്ചിലോട്ട് അത് ഒരു ആംഗിളായിരിക്കും മിക്കവാറും വരിക. അപ്പോൾ അതിലേക്ക് നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് സ്ക്വയർ ട്യൂബ് പിടിപ്പിച്ചതിന് ശേഷം സ്ട്രോങ് ആക്കി എടുക്കും. ആ സ്ട്രോങ് ആക്കി എടുത്തതിൻ്റെ ടോപ്പ് ഭാഗത്ത് നമ്മൾ ബീഡിങ് ഇടാണ് ചെയ്യുക. അത് നമ്മുടെ കിറ്റിൽ തന്നെ റബ്ബറിൻ്റെ 1 ഇഞ്ച് കനത്തിലുള്ള തിക്നെസ്സിലുള്ള ബീഡിങ് വരുന്നുണ്ട്, റബ്ബറിൻ്റെ ബീഡിങ് വരുന്നുണ്ട്. അപ്പോൾ ആ ബീഡിങ് ഇട്ടതിന് ശേഷം അതിൻ്റെ 2 സൈഡിൽ നമ്മൾ ഹാർഡ് ബോണ്ട് നമ്മളിടും. അപ്പോൾ ഒരു കാരണവശാലും വാട്ടർ ലീക്കേജോ എയർ ലീക്കേജോ അതിൽ നിന്നുണ്ടാവില്ല. അതിന് ശേഷമാണ് നമ്മുടെ യൂണിറ്റ് ഫിക്സ് ചെയ്യുക. പലരുടെ സംശയമാണ് വെള്ളം ലീക്കേജ് വരുമോ എന്നുള്ളത്. ഒരു കാരണവശാലും വെള്ളം ലീക്കേജോ എയർ ലീക്കേജോ ഒന്നും ഉണ്ടാവില്ല. അത്രയും പക്ക സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ആ യൂണിറ്റ് അവിടെ ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂണിറ്റ് വെച്ചതിന് ശേഷം അടിയിൽ നിന്ന് അതിൻ്റെ ഒരു C ചാനൽ വരുന്നുണ്ട്, 2 C ചാനൽ വരുന്നുണ്ട്. ആ C ചാനൽ വെച്ച് നമ്മൾ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യും. അപ്പോഴാണ് ആ ബീഡിങ്ങിലേക്ക് ഫുൾ പ്രസ്സിങ് ആയിട്ട് നമുക്കത് അതിൻ്റെ ആ ഒരു ഫുൾ പ്രഷറിൽ കൊടുത്ത് ടൈറ്റ് ചെയ്യാൻ പറ്റുക. എന്നാലാണ് അത് പ്രസ്സായി, അതായത് 1 ഇഞ്ച് തിക്നെസ്സുള്ള ബീഡിങ്ങിനെ വളരെ ചെറുതാക്കി ഒരു 1/2 ഇഞ്ചിലോട്ട് ആക്കി കൊണ്ടുവരും. അപ്പോൾ അത്രയും പ്രഷറിൽ ആ സാധനം പിടിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും പിന്നെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചിലവരുടെ സംശയമാണ് നമുക്ക് ബാറ്ററി പോവോ, ബാറ്ററി ലൈഫ് കിട്ടുമെന്നുള്ളത്. സംഭവം പറയുമ്പോൾ ഒരു എ സി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കൺസെപ്റ്റ് അതാണ്, ഭയങ്കര ലോഡ് എടുക്കും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി വളരെ അഡ്വാൻസ് ആയതുകൊണ്ട് തന്നെ BLDC ടെക്നോളജിയിലോട്ട് മാറിയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ആംബിയറിലും നമുക്കിതെല്ലാം വർക്കാം. നമുക്ക് ആകെ ഫുൾ ലോഡ് കണ്ടീഷനിൽ നമുക്ക് വരുന്നത് 35 ആംബിയറാണ്. നമുക്ക് പുറമെ ചൂട് കുറവും അല്ലെങ്കിൽ എ സി തണുത്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ആംബിയർ വളരെ കുറഞ്ഞു വരും. അപ്പോൾ ഒരു ഹെഡ് ലാമ്പിൻ്റെ ആംബിയറിനേക്കാളും വളരെ താഴേക്ക് പോകും. ഇപ്പോൾ നമ്മൾ രാത്രി എ സി ഇട്ട് കിടക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ എ സി ഇട്ട് ഇത്ര മണിക്കൂർ കിടക്കാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മതി അതിനുള്ള ലോഡേ അത് വലിക്കൂ, അല്ലെങ്കിൽ അതിനുള്ള വോൾട്ടേജ് അത് എടുക്കൂ. അപ്പോൾ ഈ ബാറ്ററിയിൽ ഒരു നിസ്സാരം വോൾട്ട് ഡ്രോപ്പായി കഴിഞ്ഞാൽ അപ്പോൾ എ സി ഓട്ടോമാറ്റിക്കലി ഓഫാകും. എ സി ഓഫായെന്ന് വെച്ച് പേടിക്കാനൊന്നുമില്ല. വണ്ടി എപ്പോഴും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള റിസർവ് വോൾട്ട് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അത് ഓഫായി പോവുള്ളൂ. എ സി ഓഫായെന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ വണ്ടിക്ക് വേറെ വലിച്ചിലോ ഒന്നും കാണിക്കില്ല. നോർമലി വണ്ടി സ്റ്റാർട്ടാവുന്ന അതേ ലെവലിൽ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാവും. നമുക്ക് മൈലേജിലൊന്നും വലിയ പ്രകടമായ മാറ്റങ്ങളെന്ന് പറയാൻ മാതിരി ഒന്നും കാണിക്കില്ല. നിങ്ങൾക്ക് എത്ര കിട്ടിക്കൊണ്ടിരുന്ന അതേപോലെ തന്നെ കിട്ടും. ഇപ്പോൾ നോർമലി നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് ആദ്യമായിട്ടായിരിക്കും നോൺ എ സി വണ്ടി ഓടാം. ഗ്ലാസ് പൊക്കിയിട്ട് ഓടുമ്പോൾ അതിൻ്റെ ആ ഒരു എയർ കട്ടിങ്ങിൻ്റെ ആ ഒരു ബാക്ക് പ്രഷർ നമുക്ക് ഒഴിവായി കിട്ടും. വരുന്ന ചെറിയൊരു മാറ്റം വരുന്നത് നമുക്ക് ഈ ഗ്ലാസ് പൊക്കിയിടുന്നതിലൂടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ഫ്യൂല് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ കാര്യം ഈ ലോങ് ഓടുന്ന വണ്ടികൾക്ക് നമുക്ക് ഡ്രൈവർക്ക് റെസ്റ്റ് കിട്ടും. അതായത് റെസ്റ്റ് എടുക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് എ സിയിൽ കിടന്നുറങ്ങാം. ഡോറ് തുറന്നിട്ട് കിടന്നുറങ്ങേണ്ട കാര്യമില്ല, കള്ളന്മാരെ പേടിക്കേണ്ട, അതുമാതിരി തന്നെ കൊതുക് അങ്ങനത്തെ പ്രശ്നങ്ങൾ അതായത് ഉള്ള ക്ഷീണം കംപ്ലീറ്റ് എ സിയിൽ കിടന്ന് നമുക്ക് ക്ഷീണം മാറി സുന്ദരമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോഴും നമുക്കൊരു സേഫ്റ്റിയുടെ ഭാഗം കൂടിയാണ്. അവരുടെ ആ ഒരു സുരക്ഷയുടെ കാര്യങ്ങൾ മുൻനിർത്തി നമുക്ക് എപ്പോഴും എ സി ഉള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നോർമലി എ സി ഇട്ട് കിടന്നുറങ്ങുക, എ സി ഉള്ള വണ്ടിയാണെങ്കിൽ എല്ലാവരും എ സി ഇട്ട് കിടന്നുറങ്ങുക. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഫ്യൂവൽ കോസ്റ്റ്
നമുക്ക് കൂടുതൽ വരും. ഇതാവുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് നമുക്ക് AC ഇട്ട് തന്നെ കിടന്നുറങ്ങാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെയാണ് AC അതിനകത്ത് വർക്കാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ഓൾറെഡി അതിനകത്ത് ഒരു ലൈറ്റ് വരുന്നുണ്ട്, LED ലൈറ്റൊക്കെ വരുന്നുണ്ട്. നമുക്ക് രാത്രി എന്തെങ്കിലും റീഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ആ ലൈറ്റൊക്കെ നമുക്ക് അതിനകത്ത് ഓണാക്കാം. അതുപോലെ തന്നെ ടച്ച് പാനലാണ്, നമ്മുടെ മൊബൈലിലൊക്കെ ടച്ച് ഡിസ്പ്ലേയുടെ പോലെ ടച്ച് പാനലാണ് വരുന്നത്. നമുക്ക് അത് കൂടാതെ തന്നെ വേറെ റിമോട്ടും വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ഇപ്പോൾ ഹൈറ്റിലിരിക്കുന്ന യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ റിമോട്ടും വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ നമ്മൾ 1 ഇയർ അല്ലെങ്കിൽ 1000 hours അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ നമ്മൾ ഓൾറെഡി വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂണിറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 1 ഡേയിൽ തന്നെ നമ്മുടെ വർക്ക് നമുക്ക് തീരും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കേസുകളേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കേസുകളിലെ ചില വണ്ടികളിലാണ് സ്ക്വയർ ട്യൂബോ അങ്ങനെ അല്ലെങ്കിൽ ഗ്രില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് പിടിപ്പിക്കും കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ എല്ലാവർക്കും കയറും വയ്ക്കുന്നൊരു പ്രശ്നം പറയാറുണ്ട്. നോർമലി അത്യാവശ്യം നല്ല സ്പേസ് തന്നെയുണ്ട് പായം കയറും വയ്ക്കുന്നത്. 12 വീൽ വണ്ടിയാണ്. പിന്നെ അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ സൈഡിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് വയ്ക്കാം. നമ്മുടെ ഗ്രില്ല്, അതായത് ഒരു ഫാൻ വരുന്നുണ്ട് ഒരു 16 ഇഞ്ചിൻ്റെ, അവിടെ മാത്രം ഒന്ന് ഫ്രീ ആക്കി ഇട്ടാൽ മതി. ഓക്കെ, നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.